ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ പൊള്ളലിനോ അല്ലെങ്കിൽ ഇതിലും വലിയ മുറിവുകൾക്കോ എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. എന്റെ ജീവിതത്തിൽ അച്ഛന്റെ ഈ വാക്കുകൾക്കുള്ള വില സത്യം പറഞ്ഞ അച്ഛന് പോലും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ആരെങ്കിലും ഒരു ഉപകാരം ചെയ്യാന്ന് കരുതി മുന്നോട്ട് വന്നാൽ അത് ചെയ്യാൻ വരുന്നവർക്കും ഋതിക മോൾക്കും ഉപദ്രവമായി മാറും. സൂക്ഷിക്കണം. പഞ്ചഭൂതങ്ങളിൽ നിന്നും അപകടമുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ ഈ ജാതകത്തിൽ അടുത്ത 3 വർഷത്തേക്ക് കാണുന്നുണ്ട്. അഗ്നി കഴിഞ്ഞു. ഇനി പേടിക്കേണ്ടത് വായുവിനെയും ജലത്തെയുമാണ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വരുന്ന പൗർണമി ദിവസം സാറ് മോളെയും കൂട്ടി എന്റെ ജ്യോതിശാലയത്തിൽ വരണം. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങള് അപ്പൊ ഞാൻ പറയാം. എന്നാ ശരി. പ്രതാപ, നീ അയാള് പറഞ്ഞതൊന്നും കേട്ട് പേടിക്കണ്ട. വേറെ വലിയ ജ്യോത്സ്യന്മാരില്ലേ ഈ നാട്ടില്? നമുക്ക് അവരെ ഒന്ന് പോയി കാണാം. പരിഹാരമില്ലാത്ത എന്ത് പ്രശ്നാ ഉള്ളേ? എന്റെ അറിവിൽ ഇയാളെക്കാട്ടിലും നല്ലൊരു ജ്യോത്സ്യൻ ഈ നാട്ടിലില്ല ചേച്ചി. യാമി, ഋതിയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടോ? ആ ശരി ഏട്ടാ, വാ മോളെ. പ്രതാപ, നീ എന്താ ഇങ്ങനെ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്കിത് എന്തു പറ്റി? നീ എന്തിനാ ഈ നിസാര കാര്യത്തിന് ഇങ്ങനെ വിഷമിക്കുന്നേ? ചെറുപ്പത്തിലും അവളുടെ ജാതകം നോക്കി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നതല്ലേ? ആ, അന്നൊന്നും നിനക്ക് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നല്ലോ. അതുപോലെ അല്ല ചേച്ചി, ഇത് അതുപോലെ അല്ല. എനിക്കറിയില്ല, എന്റെ മനസ്സിൽ അവളെ കുറിച്ച് ഓർക്കുമ്പോ വല്ലാത്തൊരു വിഷമം ഫീൽ ചെയ്യുക. ചേച്ചി, എന്റെ മോളുടെ മേലെപ്പോഴും ഒരു കണ്ണു വേണം. അവൾക്കൊരു ആപത്തും വരാതെ ചേച്ചി വേണം അവളെ സംരക്ഷിക്കാൻ. നീ ഇങ്ങനെ വിഷമിക്കാതെ പ്രതാപ, ഞാനിവിടെ ഇല്ലേ, ഞാൻ നോക്കിക്കോളാം. അമ്മേ, ഈ അച്ഛ സ്നേഹം കുറച്ച് ഓവറാവുന്നില്ലേ? അതേടാ, കുറച്ച് ഓവറായി തുടങ്ങി. നമുക്ക് നോക്കാം ഇതെവിടം വരെ പോകുന്നു. അധികകാലം ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല അമ്മേ. ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. നമുക്ക് നോക്കാടാ. ചെറുപ്പത്തിൽ അമ്മയെ നഷ്ടപ്പെട്ടു. ചുറ്റുമുള്ളവരുടെ സ്നേഹം ലഭിക്കാതെ വളർന്ന കുട്ടിയല്ലേ. ഇപ്പോ ആ വിഷമങ്ങളൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് അകലേക്ക് പോയവരുടെ ഹൃദയങ്ങളൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന കാലമല്ലേ. അതാണല്ലോ ദുഷ്ടഗ്രഹങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതും. ജോത്സ്യം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാ. എന്റെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ കാര്യത്തിലായാലും അച്ഛന്റെ സ്നേഹത്തിന്റെ കാര്യത്തിലായാലും രാജുവിന്റെ കാര്യത്തിലായാലും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അമ്മയുടെ സ്നേഹം അത് കൊതിച്ച നാളുകളാണ് ഇത്രയും. ഓരോ അമ്മമാരും മക്കളെ സ്നേഹിക്കുന്നത് കാണുമ്പോ എന്റെ മനസ്സിങ്ങനെ താർന്നുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാ? ഒരമ്മയുടെ സ്നേഹം, കരുതൽ, അതൊന്നും കിട്ടാൻ യോഗമില്ലെന്ന് മനസ്സിലായതുകൊണ്ടല്ലേ. അമ്മയുടെ മുഖം എങ്ങനെയാണെന്ന് കാണാൻ പോലും യോഗമില്ലാത്തവളായി പോയില്ലേ ഞാൻ. അതുപോലെ തന്നെ അച്ഛന്റെ സ്നേഹം ഇപ്പോഴും അടുത്തുണ്ടെങ്കിലും അച്ഛന്റെ സ്നേഹവും കരുതലും എനിക്കുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയല്ലേ
രാജുവിന്റെ സ്നേഹവും. എന്റെ ജീവനെ തുല്യം ഞാൻ സ്നേഹിച്ചതല്ലേ രാജുവിനെ. എന്നിട്ടും എനിക്ക് ആ സ്നേഹം വിധിച്ചില്ല. ഞാൻ സ്നേഹിക്കുന്ന ആരുടെയും സ്നേഹം കിട്ടാൻ ഒരിക്കലും അർഹതയില്ലാത്തവളാണോ ഞാൻ? ജോത്സ്യം പറഞ്ഞത് തുടരെ തുടരെ ഓരോ പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വരുമെന്നല്ലേ? സത്യം പറഞ്ഞ ഈ 3 പേരുടെ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമായിരുന്നോ? മോളെ, നീ ഇരിക്ക. ജോത്സ്യം പറഞ്ഞത് കേട്ട് മോള് പേടിച്ചു അല്ലേ? മോൾ അതൊന്നും കേട്ട് പേടിക്കണ്ട. മോളുടെ കൂടെ അച്ഛനുണ്ട്. ജോത്സ്യം പറഞ്ഞത് കേട്ട് എനിക്ക് നല്ല വിഷമമായി. പക്ഷെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, പരിഹാരങ്ങളല്ലേ ചെയ്യേണ്ടത്. നീ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതിലൊന്നും അധികമൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഏതൊരു പ്രശ്നമോ പ്രതിസന്ധിയോ മുന്നിൽ വന്ന് നിന്നാൽ അത് നേരിടാൻ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. അത് ഇതുവരെ എന്റെ രൂപത്തിൽ നിനക്കുണ്ടായിട്ടില്ല. ഇനിയൊരു പ്രശ്നം നിനക്ക് വന്നാ നിന്റെ കൂടെ അച്ഛനുണ്ടാവും. നിനക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ നിന്നെ അതിന് പ്രാപ്തിയാക്കാൻ, നിനക്ക് പരിഹരിക്കാൻ കഴിയാത്തതാണെങ്കിൽ നിനക്ക് വേണ്ടി അത് പരിഹരിച്ചു തരാൻ എന്നും അച്ഛൻ നിന്നോടൊപ്പം ഉണ്ടാവും. അച്ഛാ, അച്ഛന്റെ ഈ വാക്കുകൾക്ക് മുന്നിൽ ഈ പൊള്ളലിനോ അല്ലെങ്കിൽ ഇതിലും വലിയ മുറിവുകൾക്കോ എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. എന്റെ ജീവിതത്തിൽ അച്ഛന്റെ ഈ വാക്കുകൾക്കുള്ള വില സത്യം പറഞ്ഞ അച്ഛന് പോലും അറിയില്ല. എന്റെ മുന്നിൽ ഇനി എന്ത് പ്രശ്നം വന്നാലും അതിനെ എനിക്കിനി നേരിടാൻ കഴിയും. അത് എന്റെ കഴിവോ ധൈര്യമോ കൊണ്ടൊന്നുമല്ല. അച്ഛൻ പറഞ്ഞ ഈ വാക്കുകള് എനിക്ക് തരുന്ന ഊർജം കൊണ്ടാ. പിന്നെ ജോത്സ്യര് പറഞ്ഞതുപോലെ ഞാൻ എന്തെങ്കിലും അപകടത്തിപ്പെടുന്നുള്ള പേടി ഒരിക്കലും അച്ഛന് വേണ്ട. അച്ഛൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എന്നോട് സംസാരിച്ചില്ലെങ്കിൽ പോലും അച്ഛന്റെ സാമീപ്യം ഒന്നു മാത്രം മതി. എനിക്ക് നേരെ വരുന്ന ഏത് പ്രശ്നങ്ങളിലും ഞാൻ അകപ്പെട്ടു പോവില്ല. പക്ഷെ ഇപ്പൊ അച്ഛൻ എന്നോടൊപ്പം ഉണ്ടല്ലോ, ഇനി ഒന്നിനെ ഞാൻ ഭയക്കില്ല.